നമസ്കാരം. സത്യത്തിൽ സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പിടിക്കുന്നതിനെക്കാട്ടും ഈസിയാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി ഇരുന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എങ്കിലും ഇവിടെ നിൽക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഗുരുനാഥൻ സിബി സാറിനോടാണ്. മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ 2 അക്ഷരമാണ് അമ്മ. സത്യത്തിൽ അധികം ആരും ഉപയോഗിക്കാത്ത, യൂസ് ചെയ്യാത്തൊരു വാക്കാണ് അമ്മും ആയും. നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകളല്ല, എങ്കിലും അതാണ് നമ്മൾ എന്ന് ഉള്ള പേരിട്ടിരിക്കുന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ള പേരിട്ടിരിക്കുന്നതെന്ന്. കൂടാതെ പേരിലെ പുതുമ കഥയിലും, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ, ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്. അതുകൊണ്ട് എന്തായാലും കഥയിലും അതിൻ്റേതായ പുതുമയുണ്ട്. ആ പുതുമ തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗോപി സുന്ദറിൻ്റെയാണ്. ഞാനും ഗോപി സുന്ദറും എനിക്ക് തോന്നുന്നു ചെന്നൈ മുതലുള്ള ബന്ധമാണ്. സിബി സാറിൻ്റെ ഫ്ലാഷ് എന്ന സിനിമയിലൂടെ ഗോപി അന്ന് തുടങ്ങിയ ബന്ധത്തിലൂടെയാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ജമുന പ്യാരി മുതൽ ഗോപിയുടെ കൂടെയാണ്. കാരണം എനിക്ക് ഗോപിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ മെലഡിയോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പഴയ പാട്ടുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും അത് മൂളാനും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ഗോപിയുടെ പല പാട്ടുകളും എപ്പോഴും എനിക്കങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ച പാട്ടുകളാണ്. എനിവേ, ഇന്ന് നമ്മുടെ കൂടെ ഗോപി വന്നിട്ടുണ്ട്. ഗോപിയുടെ ഒരു ഡേ ആണ് ഇന്ന് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. വേങ്ങണ്ടിയൂർ വന്നിട്ടുണ്ട്. റഫീഖിന് വരാൻ പറ്റിയില്ല, കണ്ണ് സുഖമില്ലായിരുന്നുകൊണ്ട്. നിതീഷ് നടേരി കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ കഥാകൃത്തുമായ കവി പ്രസാദ് ഗോപിനാഥാണ് ഒരു മനോഹരമായ ഒരു പാട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. അക്ഷരമാലയിലെ അടുപ്പിച്ച് 2 അക്ഷരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കാണാതെ എന്തായാലും ഇങ്ങനൊരു പേരിടില്ല. അപ്പോൾ ചിലതൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളൊരു അഭിപ്രായം വന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളത് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളൊരു 1-2 പ്രിവ്യൂ വെച്ചു. കാരണം ഇതിന് എഡിറ്റ് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ്, സെൻസറിന് പോകുന്നതിന് മുമ്പ് പ്രിവ്യൂ വെച്ച് ഞങ്ങൾ പല പ്രായത്തിലുള്ള, പല ജോണർ പടങ്ങൾ ഇഷ്ടമുള്ള, പല ജെൻഡർ ആളുകളെ വെച്ചിട്ട് ഒരു പ്രിവ്യൂ വെച്ചു, കുറച്ച് പേരെ വെച്ചിട്ട്. അപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജനറൽ കമൻറ്റ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്, വ്യത്യസ്തമായൊരു കഥയാണ്, കൊള്ളാം, ഇഷ്ടപ്പെടുന്ന പോലെ മലയാള സിനിമ ഇതൊരു പറയാത്തൊരു പ്രമേയമാണ്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചു. സ്വാഭാവികമായിട്ടും സന്തോഷിപ്പിക്കും. കാരണം ഫിലിം മേക്കേഴ്സ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് പ്രശ്നമായി തുടങ്ങും. കാരണം നമ്മൾ ഇതിൻ്റെ വന്ന വഴികളറിയാം, ഇനി ഇത് പോകാൻ പോകുന്ന വഴികളറിയാം. ഇതൊരു ഇവല്യൂഷൻ ആണല്ലോ, ഈ കഥ തന്നെയാണെങ്കിൽ ഇവോൾവ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പോകും. അപ്പോൾ ഈ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ തരുന്ന ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് വർക്കായോ, നല്ല രീതിയിൽ ഇമോഷൻസ് വർക്കാണോ, കാര്യങ്ങളെല്ലാം മനസ്സിലുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വന്നൊരു എലിമെൻറ്റ് വെറൈറ്റി എന്നുള്ള ഒരു സംഭവമാണ്. അതായത് ഇതുവരെ കേൾക്കാത്ത ഡിഫറൻസ് അതിൽ വന്നു എന്നുള്ളതാണ്. വളരെ പ്രിയപ്പെട്ട ഒരു സമയമാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച തോമസ് സെബാസ്റ്റ്യൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള മുതൽ കഴിഞ്ഞ 34 വർഷങ്ങൾ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ആളാണ്. പിന്നീട് ബ്ലസിയുടെയും സുന്ദർദാസിൻ്റെ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ നിന്നാണ് തോമസ് സെബാസ്റ്റ്യൻ സിനിമ പഠിച്ചത്. ഈ സന്ധ്യ കുറച്ചുകൂടെ എനിക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം ഇത് ഗോപി സുന്ദറിൻ്റെ ദിവസം കൂടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഗോപി ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ചെയ്യുന്നത്, അതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്നത് എൻ്റെ ഓടൊപ്പമാണ്. അപ്പോൾ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഒരു സന്തോഷത്തിൻ്റെ, അവരുടെ പുതിയ ഒരു വർക്കിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഗോപി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. 2-3 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗോപി ചേട്ടനെ കാണുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ തരുന്ന, മ്യൂസിക്കലി ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതൊരു വലിയൊരു ഹിറ്റ് എന്നല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thanks for this great opportunity to work for this particular project. ഭയങ്കര ഇമോഷണൽ ഡ്രൈവാണ് സിനിമ തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് അടിച്ചുപൊളി പടങ്ങളൊക്കെ കാണുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്കിലുള്ള ഒരു സിനിമ കാണാൻ കഴിയുന്നത്
ഫാമിലിയായിട്ട് പോയി എല്ലാവരും തിയേറ്ററിൽ ചെന്ന് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു സോ മച്ച്. ഇതൊരു നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിയിച്ചൊരു സിനിമയാണ് ആടുജീവിതം. എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.